രഞ്ജീഷിന്റെ വൈഫായിരുന്ന ആ സ്ത്രീയെ പിടിച്ചെന്ന് ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് ഖത്തറിലുള്ള ആ രഞ്ജീഷിന്റെ വൈഫിന്റെ സുഹൃത്ത് ആരാണ്, എന്താണ് രഞ്ജീഷിന് അയച്ച മെസ്സേജ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ആത്മഹത്യയല്ലാട്ടോ, ഇതൊരു കൊലപാതകമായിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയുമാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും കേൾക്കണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവിടുത്തെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ വരും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇടുക്കിയിലെ കുമളിയിൽ ബസ് കണ്ടക്ടറായ രഞ്ജീഷ് എന്ന് പറയുന്ന 38 വയസ്സ് പ്രായം വരുന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾ കമന്റിലൂടെ നമ്മൾ ചോദിച്ചിരുന്നു എന്താണ് അദ്ദേഹം മരിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കമന്റുകൾ നമുക്കും വരികയുണ്ടായി. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ജീവന് തുല്യം സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യ കോടതി മുഖാന്തരം ആ അവകാശം സ്ഥാപിച്ചെടുക്കുന്നു. 8 വർഷം കല്യാണം കഴിച്ച് 2 വർഷമാണ് ഇവർ ഒന്നിച്ച് ജീവിച്ചത്. ആ 2 വർഷത്തിന് ശേഷം ഭാര്യ ജോലി മുഖാന്തരം ഈ ഖത്തറിലേക്ക് പോവുകയാണ്. ആ ഖത്തറിൽ എത്തിയ ശേഷമാണ് അവിടെ ഒരു പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടുന്നത്. അദ്ദേഹവുമായിട്ട് ലിവിങ് ടുഗദറിലാണ് ഈ സഹോദരി. അതിനുശേഷം ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഈ മകനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 8 വർഷമായിട്ട് ആ കുട്ടിക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടുമെല്ലാം ഈ രഞ്ജീഷ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അതിനുശേഷം ഭാര്യ ഒരു ഇൻവോയ്സും അതുപോലെ തന്നെ കുറച്ച് വീഡിയോകളുമെല്ലാം ഈ ഭർത്താവിന് അയച്ചു കൊടുത്തുകൊണ്ടിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എന്നും മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ് എന്ന് അദ്ദേഹത്തെ ഉണർത്തുന്നു. അങ്ങനെ അദ്ദേഹം അതും സഹിക്കട്ടു. ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും അദ്ദേഹം അത് സഹിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ മകന് വേണ്ടിയിട്ടാണ്. 8 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകനെ ആലോചിച്ച് മാത്രമാണ് അദ്ദേഹം ആ സമയത്തും ജോലിക്ക് പോവുകയും നിർമാല്യം എന്ന് പറയുന്ന ആ ബസ്സിലെ കണ്ടക്ടറായിട്ടാണ് അദ്ദേഹം ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. കുമളിയിൽ പോയി അന്വേഷിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് മോശം വാക്ക് ആരും തന്നെ പറയുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തേങ്ങുകയാണ് മനുഷ്യന്മാരെല്ലാവരും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിൽ, പരിതാപകരമായ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും എല്ലാം അവർ ശ്രമിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോടതികൾ പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കൂടെയാണ് നിൽക്കുന്നത്, പക്ഷേ അതിലൊന്നും യാതൊരു തെറ്റുമില്ല. 10 മാസം ചുമന്നും പ്രസവിച്ച അമ്മയാണ്. അമ്മയ്ക്ക് തീർച്ചയായിട്ടും കുട്ടിയെ നോക്കാനും കൊണ്ടുപോകാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷേ ആ അമ്മയെ നമുക്ക് അമ്മ എന്നൊറ്റ വാക്കിൽ വിളിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം മറ്റൊരാളുമായി കിടക്ക പങ്കിടുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുക? ഇദ്ദേഹത്തിനെ പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ മകനെയെങ്കിലും 6 വർഷത്തിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ ആ വീട്ടിലേക്ക് പോകാതെ 8 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ ആ മകനെ ഒരു പനി പിടിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതിന് ശേഷം കോടതിയിൽ പോയിട്ട് അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പേപ്പറുമായിട്ട് വന്നിട്ട് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ മനുഷ്യൻ തേങ്ങുകയാണ്. കാരണം ആ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഭാര്യയില്ല, അതുപോലെ ആകെ ഉണ്ടായിരുന്ന ഈ മകനെ കൂടി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹത്തിന് അത്തരത്തിൽപ്പെട്ട ഒരു കടുങ്കൈ ചെയ്യേണ്ടതായിട്ട് വന്നത്. അതാണ് സാരാർത്ഥം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ത് എന്ന് പല ആൾക്കാരും അന്വേഷിക്കുന്നുണ്ട്. അതേതായാലും വീഡിയോൻ്റെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും അഡ്വക്കേറ്റ് റിനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏതായാലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് എല്ലാവരോടും, ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും അദ്ദേഹം സഹായം ചോദിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിന് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇത്തരത്തിൽപ്പെട്ട എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം വിനീതമായി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ 5 ലക്ഷം ആൾക്കാരാണ് അതിൻ്റെ താഴെ പോയിട്ട് ലൈക്കും കമൻറ്റും എല്ലാം അടിച്ച് ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സഹോദരിമാരാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആചരിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ നമുക്ക് ആദ്യമായിട്ട് കാണാം. അതിനുശേഷം അദ്ദേഹം ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ആളുടെ മാതാപിതാക്കളെ സന്ദർശിച്ചതിന് ശേഷം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് കാണാം. ആദ്യം അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക്. രഞ്ജീഷിന്റെ വൈഫായിരുന്ന ആ സ്ത്രീയെ പിടിച്ചെന്ന് ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് ഖത്തറിലുള്ള ആ രഞ്ജീഷിന്റെ വൈഫിന്റെ സുഹൃത്ത് ആരാണ്, എന്താണ് രഞ്ജീഷിന് അയച്ച മെസ്സേജ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ആത്മഹത്യയല്ലാട്ടോ, ഇതൊരു കൊലപാതകമായിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രഞ്ജീഷിന്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതൊരു മൂല കാരണമാണെങ്കിലും അതിന് പുറമെ ഈ പറയുന്ന രഞ്ജീഷിന്റെ വൈഫായിരുന്ന ആ പെൺകുട്ടിയുടെ കാമുകൻ രഞ്ജീഷിന്റെ അമ്മയുടെ ഫോണിലേക്കോ രഞ്ജീഷിന്റെ ഫോണിലേക്കോ 1-2 വീഡിയോസോ ഫോട്ടോസോ അയച്ചിട്ടുണ്ടായിരുന്നു 1 ടൈം ആയിട്ട്. അത് കണ്ടതിന് ശേഷം ആത്മാഭിമാനം ഭയന്ന് രഞ്ജീഷ് വീടിന്റെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ഒരിക്കലും കല്യാണം കഴിച്ചില്ല കേട്ടോ. അവർ ഖത്തറിൽ ഒരുമിച്ച് താമസം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒഫീഷ്യലായിട്ട് അവർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജീഷിനെ സഹായിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. ദയവ് ചെയ്ത് മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുക്കണം. ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് തെളിയണം.
അവന്റെ വൈഫ് ആയിരുന്ന ആ സ്ത്രീക്ക് കണ്ണിച്ചോരയില്ല എന്നുള്ളത് ഇന്നലെ ആ നാട്ടുകാരും ആ വീട്ടുകാരും മനസ്സിലാക്കിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ രഞ്ജീഷിന്റെ അവസാന അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും പോയപ്പോൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവസാനം നാട്ടുകാരുടെ സമ്മർദ്ദം കൂടിയപ്പോ പഞ്ചായത്ത് ഒരു എഴുത്ത് കൊണ്ടുവന്നാൽ വിടാം എന്ന് പറഞ്ഞു. പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുപോയപ്പോഴും വിട്ടില്ല. അവസാനം ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബ കോടതി പോകേണ്ടി വന്നു. കുടുംബ കോടതിയിൽ നിന്ന് 5 മണിക്കൂർ ആ കുട്ടിയെ വിട്ടുകിട്ടാനുള്ള ഓർഡർ കിട്ടിയ ശേഷമാണ് അവർ ആ കുട്ടിയെ വിട്ടുകൊടുക്കുന്നത്. സ്വന്തം അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മകന്റെ അവകാശത്തെയാണ് അവർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു വിഷയത്തിലും ഒരു ഫോളോ അപ്പ് ഇവിടെ ചെയ്യാറില്ല, അങ്ങനെ ശീലമില്ല. പക്ഷെ ധാർമ്മികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്യണം എന്ന് തോന്നിക്കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അപ്പൊ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ രഞ്ജിഷ് എന്ന് പറയുന്ന മനുഷ്യൻ നിവൃത്തികേട് കൊണ്ട് വിഷം കഴിച്ച് മരിക്കുകയാണ്. അങ്ങനെ 2 ദിവസം ഹോസ്പിറ്റലൊക്കെ കിടന്ന ശേഷമാണ് കഴിഞ്ഞ ബുധനാഴ്ചയോളം ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ആ സമയത്ത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ആ മരിച്ച മനുഷ്യന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഹൈന്ദവ ആചാരപ്രകാരം അത് ചെയ്യാൻ ഏറ്റവും അവകാശപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനാണ്. മകൻ ജീവിച്ചിരിപ്പുണ്ട് താനും. പക്ഷേ ആ മകനെ വിട്ടുതരില്ല എന്നൊരമ്മ പറയുമ്പോൾ, അച്ഛൻ്റെ അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും വിട്ടുതരില്ല അമ്മ പറയുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ ആ മനുഷ്യ സ്ത്രീയെ നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ കുറച്ച് തീർച്ചയായിട്ടും എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അങ്ങനെ അവർ പറയുകയാണ്, പഞ്ചായത്തിൽ പോയിട്ട് പെർമിഷനുമായിട്ട് വരാൻ പറഞ്ഞപ്പോൾ കുടുംബക്കാരെല്ലാം കൂടി പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു പേപ്പറും വാങ്ങിയിട്ട് മെമ്പറെ ഒപ്പെല്ലാം ഇട്ടതിന് ശേഷം പ്രസിഡന്റിൻ്റെ സീലും ഒപ്പും വാങ്ങി അവിടെ പോകുന്നു. എന്നിട്ട് പോലും ആ കുട്ടിയെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. നിങ്ങൾ നോക്കണം, ഒരു മനുഷ്യന് മരിച്ചിട്ട് അവിടെ കിടത്തി അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ചേല സഹോദരി ചെയ്യുന്നത്. അതിനുശേഷം ഇവർ കുടുംബ കോടതിയിൽ പോവുകയാണ്. കോടതിയിൽ പോയാൽ ഒരു മണിക്കൂർ കൊണ്ടൊന്നും നീതി കിട്ടുകയില്ല. തീർച്ചയായിട്ടും 5 മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് അത് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അവസാനം അതിനുള്ള അനുമതി കൊടുക്കുകയാണ്. ആ പേപ്പറുമായിട്ട് ഇവരുടെ കാൽക്കൽ പോയി വീണതിന് ശേഷമാണ് ഈ മകനെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന മകനെ വിട്ടുകൊടുക്കാൻ വേണ്ടി പോലും തയ്യാറായത്. ഈ ഒരു കാര്യത്തിലൊക്കെയാണ് എനിക്ക് നിയമവ്യവസ്ഥയോട് ചില എതിർപ്പുകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തീർച്ചയായിട്ടും 2 പേർക്കും തുല്യ പങ്കാളിത്തമാണുള്ളത്. അതിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ അവകാശങ്ങൾ അച്ഛനും അവകാശപ്പെട്ടത് തന്നെയാണ്. അമ്മ മറ്റൊരു കാമുകനോടൊപ്പം തോന്നിയാസം കളിച്ച് കിടക്ക പങ്കിട്ട് നടക്കുന്ന സമയത്ത് ഈ അച്ഛൻ വേറെ ഒരു കല്യാണം കഴിക്കുക പോലും ചെയ്തിട്ടില്ല സ്വന്തം മകന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ആലോചിക്കണം. അവരുടെ മുത്തശ്ശനും അതുപോലെ തന്നെ മുത്തശ്ശിയും എല്ലാമാണ് ഈ കുട്ടിയെ അദ്ദേഹം വീട്ടിൽ നിന്ന് പണിക്ക് പോകുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അവകാശങ്ങളൊന്നും കോടതി പരിഗണിക്കാതെ പെറ്റ ഒരു അമ്മ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി തുനിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ജീവിതം, കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കോടതി പോലും തയ്യാറായില്ല. അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ഏതായാലും റിനീഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീതി അത് കിട്ടുക തന്നെ വേണം. ആത്യന്തികമായിട്ട് അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ അടക്കം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ട് പരമാവധി ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും സഹകരിക്കുക. അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ആൾക്കാരുമായി സംഭാഷണം നടത്തിയതിനു ശേഷം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. കേൾക്കാം. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് അടുത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാ മധ്യയിലാണ്. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും. അതിനിടയിൽ വന്ന കമൻറ്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിന്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിന്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമന്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയുടെ ചതിയിൽ കുട്ടിയെ വേർപ്പെടുത്തിയാലുള്ള ദുഃഖഭാരത്തിൽ രഞ്ജീഷ് നമ്മളെ വിട്ടുപോയി. എൻ്റെ രഞ്ജീഷ് ഇപ്പൊ ആദ്യം എനിക്കറിയാത്ത ഒരാളാണ്. ഇപ്പോൾ കേരളത്തിന്റെ മൊത്തമാണ് രഞ്ജീഷ്. നമ്മുടെ എല്ലാ സഹോദരനാണ് രഞ്ജീഷ്. ആ രഞ്ജീഷിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മളതിന്റെ യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം, തുടരണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നിയമയുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഞ്ചന കുറ്റത്തിൽപ്പെട്ട്, അതായത് സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനവധി പുരുഷന്മാർക്ക് ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ രഞ്ജീഷിനായിട്ടുള്ള സമരത്തിനായിട്ട് ഒരുങ്ങുകയാണ്. നമസ്കാരം. ഇപ്പൊ നമ്മൾ രഞ്ജീഷിന്റെ വീട്ടിലാണ്. രഞ്ജീഷിന്റെ അച്ഛനുണ്ട് ഇവിടെ, രഞ്ജീഷിന്റെ അമ്മയുണ്ട്, രഞ്ജീഷിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലെന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിന്റെ അച്ഛനൊന്ന് പറയും. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട്
നിയമയുദ്ധം തുടങ്ങുക, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട് രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും നീതി വലിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇനിയിപ്പോ രഞ്ജീഷിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആൾ, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ സംഭവിച്ചത് എന്താണ്, ഇതിന്റെ തുടക്കം എവിടെയാണ് ഇതിന്റെ? ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവളെ ആരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഫോണിലൂടെ അയച്ചു. ഏത്? ഈ ആ വ്യക്തി അങ്ങനെയാ അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ, ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് ആ അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത് എത്ര വർഷമായി കഴിഞ്ഞിട്ട്? ഏകദേശം ഭർത്താവിന് ഇത് സഹിക്കാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാമുകനുമായിട്ട് കിടക്ക പങ്കിടുന്ന വീഡിയോകളും ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം ആ കാമുകൻ ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അത്രമാത്രം അദ്ദേഹം തകർന്നു പോയിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം ഭാര്യയുമായിട്ട് ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. ഈ ഒരു സമയത്ത് ഖത്തറിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ച് സന്തോഷകരമായിട്ട് ഒരു ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. ആ വീഡിയോകളും ദൃശ്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത്രയും സങ്കടകരമായ ഒരു നിമിഷം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. എന്നിട്ടും ആ സഹോദരൻ പിടിച്ചു നിന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ മകൻ അതെല്ലാമായിരുന്നു, ആ എല്ലാമായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ആ മകനെ കൂടി തട്ടിയെടുത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവന് ഈ ലോകത്ത് നിന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാതെ പോയത്. ഏതായാലും ബാക്കി കാര്യങ്ങൾ കൂടി വക്കീൽ പറയുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് കണ്ടാൽ ഏത് ഭർത്താവിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്. ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണമേ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് ഒരു നീതി കിട്ടാൻ ഇതേ ഉള്ളൂ രക്ഷ. ഏറ്റവും കൂടുതൽ അവന്റെ കുഞ്ഞിനെ ഇവിടെ തള്ള വന്നുകൊണ്ട് തിരിച്ചുകൊണ്ടുവരുന്ന ജൂൺ 15 വരെ സ്കൂളിൽ പോയത്. ഇവിടെ വന്നിട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലായിരുന്നു അല്ലെ. കുട്ടീനെ കാണിക്കാനുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചേക്കുന്നില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും കേൾക്കണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവിടുത്തെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വളരെ എന്താ പറയാ വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുഭവിക്കുക ഇതുള്ളൂ നമ്മുടെ ഇത്. അപ്പൊ ഇനി ഞാനൊരു റിക്വസ്റ്റ് പറയാണ്, ഈ നീതിക്കായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏതായാലും നിയമത്തിൻ്റെ കണ്ണിൽ ഇത്തരത്തിൽ പോയാലൊക്കെ നമുക്ക് നീതി കിട്ടുമെന്നും തീർച്ചയായിട്ടും മകനെയും അതുപോലെ തന്നെ അമ്മയെയും അതുപോലെ തന്നെ അമ്മയുടെ കാമുകനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹം വക്കീലാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ആരും തിരിഞ്ഞു കൊടുക്കാത്ത ഇത്തരത്തിൽപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതൊരു പ്രതീക്ഷയാണ്, ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ഇത്തരം ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ശ്രദ്ധ നിയമ സംവിധാനത്തിന് മുമ്പിലേക്കെല്ലാം എത്തിക്കുക എന്നുള്ളതാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് ആട്ടെ, മനോരമ ന്യൂസ് ആട്ടെ, ബിഗ് TV ആട്ടെ, മീഡിയ വൺ ആട്ടെ, ഒരു ചാനലിൽ പോലും ഈ വാർത്ത ഒരു പേരിന് പോലും കൊടുക്കാൻ അവരാരും തയ്യാറല്ല. നിങ്ങൾ നോക്കണം, അവർക്കൊക്കെ ഇപ്പോഴുള്ള ട്രെൻഡിങ് ന്യൂസുകൾക്ക് പുറകെ മാത്രമേ അവർ പോകുന്നുള്ളൂ. മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അവിടെയും ഞാൻ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ആ ലിങ്ക് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. വീണ്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അധികാരികൾ കണ്ണ് തുറക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ രഞ്ജിഷ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടുക തന്നെ വേണം. ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ന്യായം 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവർക്ക് എന്തായാലും പറയാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കും പറയാം. അത് തീർച്ചയായിട്ടും കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.